അത് സാവിത്രിക്കുട്ടി അന്ന് വന്ന ചെക്കൻ്റെ അടുത്തൊരു നോണ പറഞ്ഞതിന്റെ പേരില്ല. നോണയോ? എന്ത് നുണയാ ഇവള് പറഞ്ഞേ? ഇവളുടെ കല്യാണം നാരായണനുമായിട്ട് 3-4 കൊല്ലം മുമ്പേ കഴിഞ്ഞതാണെന്ന്. എന്താ അത് നുണയാണോ സത്യമാണോ അമ്മാമ തന്നെ ചോദിക്കേ. എന്താ സാവിത്രി കേക്കണേ? വല്ല വാസ്തവം ഉണ്ടോ ഇതില്? പറയടി. സത്യാണ്. എന്റെ ദൈവങ്ങളെ, അപ്പൊ ഇവിടെ ഇടയ്ക്കും തലയ്ക്ക് പൊക്കണം മുറുക്കി പോയത് അവന്റെ അടുത്തേക്കായിരുന്നോ? നീ ഇത്രയ്ക്ക് പോന്നോളായത് ഞാൻ അറിഞ്ഞില്ല. എന്നെ തോപ്പിക്കാൻ മാത്രം ആയില്ലേ? തൊന്തയും തള്ളയില്ലാത്തതിന്റെ ഖേദം അറിയിക്കാണ്ട പോറ്റി വളർത്തി എന്നെ അവന്റെ കൂടെ കൂട്ടിട്ട് പോഴത്തക്കാരനാക്കുക അല്ലേ? കൊണ്ടുപോയി എവിടെങ്കിലും പൂട്ടിയിട്ടാ. മണങ്കാമ്പടിയും കൊണ്ട് പോലീസ് വന്നു. അവനെ പുറത്തിറക്ക്. ഇറങ്ങ. എന്നാ നമുക്ക് പോകാം ഗിരി. എന്താ എന്താ ഏതാ ഇവൻ? മോനെ ഗിരി, എന്താ മോനെ? ബഹളം കൂട്ടണ്ട. നിന്റെ ശിക്കാരി അവനെ ഏൽപ്പിച്ച കൊട്ടേഷനെ കുറിച്ചും കിട്ടിയ കാശിനെ കുറിച്ചും പറയേണ്ടതെല്ലാം പോലീസിനോട് അവൻ പറഞ്ഞു കഴിഞ്ഞു. പേടിപ്പിക്കല്ലേ നാരായണ. പോലീസും കോടതിയും ഗിരി ഒരുപാട് കണ്ടതാ. മാനേ ഗിരി, നിന്റെ മറുപിള്ള കുഴിച്ചിട്ടത് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താണെന്ന് അറിയാം. ഇതിപ്പോ ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നുമല്ല. എന്നാലും ഒന്ന് കേറി ഇറങ്ങി വാ. എന്നാ കേറിയാട്ടെ. നിങ്ങളെന്താ നോക്കി നിൽക്കുന്നേ? കാണുന്നില്ല മനുഷ്യ? മോൻ അമ്മായിയപ്പന്റെ വീട് വരെ പോയി സൽക്കാരമൊക്കെ കഴിഞ്ഞ് വരും ഇന്ദ്രാണി സാറേ. അതുവരെ ക്ഷമി. കുഞ്ഞമ്മൂന്നാരി സാറേ, ദാ ആലുരാഘവൻ സാർ കഴിഞ്ഞുകൂടുന്ന മണ്ണിന്ന് പുറത്താക്കപ്പെട്ടപ്പോ നിങ്ങളെ കണ്ട ആ കാര്യം പറയാൻ ഒരിക്കലൂടെ വന്നിരുന്നു. ഇപ്പൊ പോലീസ് കൊണ്ടുപോയ ഗിരി സാറ് ഈ സാറിനെ കല്ലുകെട്ടി ഡാമിൽ താത്താൻ നോക്കി. പക്ഷേ നീ രക്ഷിച്ചല്ലോ. ഇനി തല്ലിയും കുത്തിയും തുരത്താൻ കഴിയില്ല ഇയാളെ. അയാളുടെ അവകാശം അത് അനുവദിച്ചു കൊടുക്കണം. അല്ല, ഇന്ദ്രാണി സാറിന് ആളെ മനസ്സിലായില്ലേ? ചെറിയച്ഛന്റെ കനിഷ്ഠ പുത്രനാണ്. ഇതാ ഭാർഗവിയിലുണ്ടായ ചെക്കൻ. ഒരു പുരാണിക് ടച്ച് കൊടുത്താൽ കർണന്റെ ജന്മമാണ്. ആരുഢവും വിലാസവും ഇല്ലാതെ കെയർ ഓഫ് പുറമ്പോക്കായി ജീവിക്കുന്ന ഒരു പാവം. നീയപ്പോ ചെറിയച്ഛനോടും കുടുംബത്തിനോടും യുദ്ധം ചെയ്യാൻ കണ്ടെത്തിയ പുതിയ ആയുധം. പുരാണ ബന്ധം ആരോപിച്ചാൽ നീ ദുര്യോധനാണല്ലേ? ആവാം. സദ്ഗുണങ്ങൾ അയാൾക്ക് മറ്റൊരു പേര് കൂടെ നൽകിയിട്ടുണ്ട്, സുയോധനൻ. അങ്ങനെ വിളിച്ചോളൂ. അത് കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക്. കുഞ്ഞമ്മത്തെ മാറ്റർക്ക് വരണം. ഇയാൾക്ക് നീ പോയി പടയൊരുക്കടാ ചേക്ക. തോഴരും ബന്ധുജനങ്ങളും ചത്തൊടുങ്ങിയ മണ്ണിൽ ഊരുക്കൾ തകർന്ന് പാതി ചത്തുകിടന്നു മോങ്ങിയ നൂറ്റവരിലെ മൂത്തവന്റെ ചിത്രം മറക്കണ്ട. അതിന് മാത്രം പോകുന്നൊരു പുത്രന് നിങ്ങൾ ജന്മം കൊടുത്തിട്ടില്ല കുഞ്ഞമ്മൂന്നായരെ. ഇനിയൊരു ചാൻസും ഇല്ല. ഏജ് ഓവർ ആയില്ലേ? നിങ്ങളോടുള്ള പോരിന് നാരായണന് കായബലത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ വക്രബുദ്ധിയെ ഞാൻ കോടതി മുറിയിൽ വെച്ച് നേരിടും. നിയമം അനുശാസിക്കുന്ന ശിക്ഷ നിങ്ങൾക്കും നിയമം അനുവദിക്കുന്ന അവകാശം ഇയാൾക്കും. പഴയ വക്കീൽ കുപ്പായം ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു. ആലി എന്ന രാഘവ സർ കുഞ്ഞമ്പൂനായരോട് ഡയലോഗ്സ് വല്ലതും? അച്ഛൻ എന്ന് വിളിച്ച് ശീലിച്ചിട്ടില്ല. ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ അവകാശം ഇറക്കാൻ വന്നതല്ല. പക്ഷെ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ളത് മകനെന്ന പേരിൽ കിട്ടാൻ അർഹതയുണ്ടെന്നറിയാം. അത് വാങ്ങിച്ചിട്ടേ ഞാൻ പോകൂ. എന്നെ കാണിക്കാനും കാണിച്ചു പേടിപ്പിക്കാനും പറ്റിയ കോടതി ഈ നാട്ടിൽ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കാലാണ് എന്തേന്ന് പിടിച്ചു വാങ്ങാവുന്ന മനപ്പായസം ഉണ്ണണ്ടടാ ഒരുത്തനും. കാലടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ ആശ്രയത്തിന് ഇത്തരം കപടധൈര്യം നല്ലതാ. അത് വെള്ളം ചേർക്കാതെ വിഴുങ്ങി കാത്തിരുന്നു. ഈ സന്ദർഭത്തിൽ മറ്റൊരു കേസ് കുട്ടിയോട് ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട്. സോറിട്ടോ. സാവിത്രിയേ, കുഞ്ഞമ്പൂ നായരുടെ മനസ്സ് മാറുമെന്നും നിന്നെ ഒരു നാൾ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും ഞാൻ ഇവളോട് ചുമ്മാ പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ ജന്മം ഗുണം പിടിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനെ പറഞ്ഞത് പോറ്റി വളർത്തിയവരുടെ ശാപമില്ലാതെ ഇവൾക്കൊരു ജീവിതം തുടങ്ങാൻ കഴിയുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയ. അല്ലെങ്കിൽ എന്നേ ഇവളെ പൊക്കിയെടുത്ത് ഞാൻ ദേവർമടത്തി കൊണ്ടുപോയത്. അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട് എന്നെ 4 കുഞ്ഞുങ്ങളെ പ്രസവിച്ചനെ കുട്ടി. ശരി, ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവും. മാളിൽ ചെന്ന് വണ്ടി കയറി. ആ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഇവൾ ചുമ്മാ പുളു പിടിച്ചതാ.
ഒരു ഡിഫൻസ് മെക്കാനിസം. തുടങ്ങുന്നേയുള്ളൂ കുഞ്ഞമ്പൂ നായർ. നരകപടത്തിലെ ചിത്രങ്ങൾ ഓരോന്നും നിങ്ങളെ നോക്കി പല്ലിളിക്കുന്നത് കാണുന്നില്ലേ? കോട്ടെ, പോണ വഴിക്ക് ഡ്രൈ ക്ലീൻ ഷോപ്പിൽ നിന്ന് കയറണം. കോട്ട് മേടിക്കണ്ടേ? ഏത് ഭാർഗവിയുടെ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? ഇക്കണ്ട കാലം കൊണ്ട് എത്ര ഭാർഗവിമാരുടെ പേര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പഠിക്കൽ പോയില്ല ഭാർഗവിയാ. പഠിക്കൽ പോയില്ല ഭാർഗവി എന്ന് പറഞ്ഞ എന്റെ ഇളയമ്മേന്റെ മോളാ. അവരുടെ മോനായി ഇരിക്കണേ. ഏത് ഇവനോ? എന്റെ മുത്തപ്പ. എടാ മോനെ, നീ കറുത്തു പോയല്ലടാ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എടുത്ത പേര് ഞാടാ അതു. അന്ന് നല്ല വെളുത്തു തടിച്ച കുട്ടിയായിരുന്നു. നിനക്ക് എന്താ മോനെ പണി? ഒന്നും ആയിട്ടില്ല, ശ്രമിക്കുന്നുണ്ട്. ഇയാളുടെ അമ്മയുടെ കല്യാണമൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? അതൊക്കെ വലിയൊരു കഥയല്ലേ. എന്തൊരു പെണ്ണായിരുന്നു അവള്. നല്ല പവന്റെ നിറം. ആ മൊഞ്ചും മോറും കണ്ട് മയങ്ങി വന്നതാണ് കുഞ്ഞമ്പു. ഓൻ ചിറ്റൂരാരനാ. അല്ല, ആണായാലും മയങ്ങി പോവും. ഓളെ അത്ര എടുപ്പുള്ള ചന്തി മോലുള്ള ഒരു പെൺകുട്ടി അന്ന് ഇന്ന് നാട്ടിലില്ല. നിങ്ങള് എന്റെ അമ്മേന്റെ സെക്സ് പറഞ്ഞിക്കാത്ത കാര്യത്തിലേക്ക് വരുന്നുണ്ടോ? എന്നിട്ട് കുഞ്ഞമ്പൂ നായർ കല്യാണം കഴിച്ചോ? പിന്നില്ലാണ്ട്. തിരുവണ്ണശ്ശേരി അമ്പലത്തിന്റെ നടയിൽ വെച്ച് താലി കെട്ടിയ കൂടെ പൊറുക്കാന്ന് ഭാർഗവി. കുഞ്ഞമ്പൂവിന് പൂതി മാറ്റിയിട്ട് പോണെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുക്കം ഭാർഗവി പിടിച്ചെടുത്ത് നിന്നു. കൊടമുറി കഴിഞ്ഞു. ഏതാ അമ്പലം എന്ന് പറഞ്ഞേ? നമ്മുടെ തിരുവണ്ണശ്ശേരി കൃഷ്ണന്റെ അമ്പലം. നമസ്കാരം. ഇരിക്ക. ഒന്ന് നേരിൽ വന്ന് കാണച്ചിരിക്കായിരുന്നു. ക്ഷേത്ര പുനരുദ്ധാരണം നടക്കണത് അറിഞ്ഞിട്ടുണ്ടാവും. ദേവർമട കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ആയിക്കോട്ടെ, ചെയ്യാലോ. ഞാൻ ചെക്ക് കൊടുത്തയക്കാം. സന്തോഷം. ഞാൻ എന്താ വേണ്ടാവോ? തിരുവണ്ണശ്ശേരി ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ നടക്കുമ്പോൾ ക്ഷേത്ര ഓഫീസിൽ രജിസ്റ്ററിൽ എഴുതുന്ന പതിവുണ്ടോ? ഊവല്ലോ, എത്രയോ വർഷമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതൊക്കെ നടക്കണ അമ്പലാണേ. രജിസ്റ്റർ ബുക്കുകളൊക്കെ ഓഫീസിൽ ഭദ്ര. മുൻ കൊല്ലങ്ങളിൽ രജിസ്റ്റർ ബുക്കുകളൊക്കെ ഒന്ന് തപ്പിയെടുക്കണം. വർഷക്കണക്കൊക്കെ ഒരു ഊഹം പറയാനേ പറ്റൂ. കുറച്ച് പാടുള്ള പണിയാണേ. അറിയാം. ആ പാടിനുള്ള ചെലവിന് മറ്റൊരു ചെക്ക് കൂടെ കൊടുത്തയക്കാം, നമ്പ്യാരുടെ പേരില്. എത്രയും പെട്ടെന്ന് കാര്യം നടക്കണം. ദേവർമഠം പറഞ്ഞാൽ സംബന്ധ നാടകം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ബഹുമാനപ്പെട്ട നീതിപീഠം എന്റെ മാന്യനായ പ്രതിയോട് ഒരു കഥ പറയാൻ അനുവാദം തരണം. യെസ്, ഇത് കേളുച്ചാരുടെ കഥയാണ്. കേളുച്ചാർക്ക് പ്രായം നമ്മുടെ പ്രതി കുഞ്ഞമ്പൂ നായർക്ക് തുല്യം. കാഴ്ചയിലും സമാനതയുണ്ട്. കേളുച്ചാർ അതീവ ധനികനാണ്. കളത്രപുത്രാദികൾക്കൊപ്പം ധനസ്ഥിതിയുടെ മഴിത്തട്ടിൽ ചാരുകസേരയിൽ കിടന്ന് സ്വന്തം പല്ലിട കുത്തിയിളക്കി തന്റെ വെള്ളിക്കണ്ണിലൂടെ സൂര്യനെ നോക്കി എന്താടോ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പ്രഭാതത്തിൽ ഒരു റീവൈൻഡിങ് നടക്കുകയാണ് പുള്ളിയുടെ മൈൻഡ് സ്ക്രീനിൽ. പുള്ളി അറിയാം 72 വർഷത്തെ ഭൂമിയിലെ ജീവിതം. ബോധവും തിരിച്ചറിവും വന്നു തുടങ്ങിയ 15 വയസ്സ് മുതൽ കണക്കൂട്ടിയാൽ മതി. 72 - 15 57. 57 വർഷം ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ, പറഞ്ഞുകൂട്ടിയ നുണകൾ, കുറ്റകൃത്യങ്ങൾ, ചെയ്ത ചതി, വഞ്ചന, ഇതെല്ലാം എപ്പിസോഡുകളായി കേളുച്ചാരുടെ മനസ്സിന്റെ തിരശ്ശീലയിൽ തെളിയുകയാണ്. 15-ാം വയസ്സിൽ അച്ഛന്റെ പണപ്പെട്ടി കുത്തി തുറന്ന് ആദ്യം നടത്തിയ മോഷണം, അത് കണ്ടുപിടിച്ച് തല്ലാനോങ്ങി അച്ഛന്റെ കൈകയറി പിടിച്ച് അച്ഛനെ തിരിച്ചു തല്ലിയത്, പിന്നീട് പണത്തിനു വേണ്ടി അച്ഛനെയും അമ്മയെയും നിരന്തരം മർദ്ദിച്ചത്, ഒരിക്കൽ രോഗം മൂർച്ഛിച്ച് കുഴഞ്ഞു വീണ അച്ഛനെ അമ്മയുടെ കാൽക്കൽ വീണുള്ള കരച്ചിൽ പോലും അവഗണിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിച്ച് കൊല്ലാതെ കൊന്നത്, സ്വന്തം സഹോദരനെ അയാളുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി കഠാര ഇറക്കി കൊന്നത്, ആ കുറ്റം കൊല്ലപ്പെട്ടയാളിന്റെ 13 വയസ്സുകാരൻ മകന്റെ തലയിൽ കെട്ടിവെച്ച് അവനെ തുറുങ്കിലടപ്പിച്ചത്, 4 ആളെ സാക്ഷി നിർത്തി വിവാഹം കഴിച്ച സ്ത്രീയെ അവരുടെ മരണം കൊണ്ട് അനാഥനായ മകനെ അറിയില്ല എന്ന് പറഞ്ഞത്, ആ മകനെ തല്ലി ഓടിച്ചത്, മണ്ണിനും പെണ്ണിനും വേണ്ടി നടത്തിയ അധമവൃത്തികൾ, അങ്ങനെ ഒരു പുരുഷായുസിൽ അസാധ്യമായ കുറ്റകൃത്യങ്ങളുടെ നിരന്തര ചെയ്തികൾ. സർവസാക്ഷിയായ സൂര്യൻ കേളുച്ചാരോട് ചോദിക്കുന്നതായി പുള്ളിക്കാരന് തോന്നി. എന്താടോ കേളു നീ ഇങ്ങനെ? ഒരു തെറ്റിനെങ്കിലും പ്രായശ്ചിത്തം ചെയ്ത്, ഒരു സത്യമെങ്കിലും പറഞ്ഞ്, ഒരാൾക്കെങ്കിലും നന്മ ചെയ്ത്, ഒരു ദിവസമെങ്കിലും മനുഷ്യനായി ഉറങ്ങാനും ഉണരുവാനും കഴിയില്ല നിനക്ക്? കേളുച്ചാരുടെ തലയിൽ ബോധത്തിന്റെ വിളക്ക് തെളിഞ്ഞു. ഒരു നാൾ ദൈവത്തിന്റെ വിചാരിപ്പ് മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കയ്യിൽ കരുതാൻ കൂട്ടിവെച്ച പണച്ചാക്കുകൾ കൂടെ ഉണ്ടാവില്ല. 6 അടിയിൽ കൂടുതൽ മണ്ണും വേണ്ടി വരും അദ്ദേഹത്തിന്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് മുമ്പിൽ കണ്ണടച്ച് നമസ്കരിച്ച് കേളുച്ചാർ പറഞ്ഞു, ഒരവസരം തരിക, ഒരവസരം, സത്യം പറയാൻ, പ്രായശ്ചിത്തം നടത്താൻ, പാപപരിഹാരം. ഉടനെ ദൈവം കേളുച്ചാരുമായി ഇന്റർനെറ്റ് വഴി ബന്ധപ്പെട്ടെന്നോ കേളുച്ചാർ വാഴ്ത്തപ്പെട്ടവനായി എന്നോ കഥയിലില്ല. പക്ഷെ ഒന്നുണ്ട്, അന്നത്തെ രാത്രി കേളുച്ചാർ സുഖമായിട്ടുറങ്ങി. 57 വർഷത്തെ ജീവിതത്തിനിടയിൽ അയാളുടെ സ്വപ്നത്തിൽ പൂപ്പാടങ്ങളും ചിത്രശലഭങ്ങളും
ദേവസംഗീതത്തിന്റെ ഈണങ്ങളും ഉണ്ടായിരുന്നു. എന്റെ മാന്യനായ പ്രതി, എന്റെ ചെറിയച്ഛൻ ശ്രീ കുഞ്ഞമ്പൂ നായരോട് ഞാൻ ചോദിക്കുന്നു, സത്യം തെളിയിക്കാൻ ശാസ്ത്രവിധികളുണ്ട്, അത് തെളിയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ദൈവം തന്ന നാവ് കൊണ്ട് ആ സത്യം പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? ആ നിൽക്കുന്ന ആലി എന്ന രാഘവൻ നിങ്ങളുടെ മകനാണ് അല്ലേ? അതെ. That's all, Your Honor.